കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നാവികൻ ഒരു ദ്വീപിൽ എത്തപ്പെടുന്നു. ആ ദ്വീപ് നിവാസികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ അവരുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ നാവികൻ മനസ്സിലാക്കുന്നു ഇത് അവരുടെ ചടങ്ങാണ് എന്നും ആ ദ്വീപിൽ എത്തപ്പെടുന്ന ആളെ അല്ലെങ്കിൽ അങ്ങനെ എത്തപ്പെടുന്ന ഒരു വിദേശിയെ അവരവരുടെ രാജാവായി സ്വീകരിക്കുന്നു. അടുത്ത ഒരു വിദേശി വരുന്നത് വരെ അവിടുത്തെ രാജാവ് അയാളായിരിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അതായത് മറ്റൊരു വിദേശി വരുന്നത് വരെ അയാൾ അവിടുത്തെ രാജാവായിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് നാടുകടത്തും, മറ്റൊരു ദ്വീപിലേക്ക് നാടുകടത്തും. ഈ പുതിയ വിദേശിയെ വീണ്ടും രാജാവായിട്ട് പ്രഖ്യാപിക്കും, അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് അവരുടെ ചടങ്ങ്. ആ ഒരു നാടുകടത്തപ്പെടുന്ന ആൾ മറ്റൊരു വിജനമായ ദ്വീപിലേക്കാണ് പോകേണ്ടത്. അവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. അതുമാത്രമല്ല, പാഴ്വൃക്ഷങ്ങളും വഴുവഴുക്കുന്ന പാറയും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ എത്തപ്പെടുകയാണെങ്കിൽ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ നരകിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ഇതൊക്കെ മനസ്സിലാക്കിയ ഈ നാവികൻ അധികാരമേറ്റുടനെ തന്നെ കുറച്ച് വള്ളങ്ങൾ ഈ പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ചു. അതിനുശേഷം ആ ഒരു വിജനമായ ദ്വീപിൽ കുറേ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതായത് അവിടുത്തെ മണ്ണൊക്കെ ശരിയാക്കി വൃത്തിയാക്കി അവിടെ കുറേ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും ഉണ്ടാക്കി. അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്താണ് മറ്റൊരു വിദേശി അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ ഈ നാവികനെ, രാജാവായി ഇരുന്ന ആ നാവികനെ അവിടുന്ന് നാടുകടത്തി വിജനമായ ദ്വീപിലേക്ക് അയക്കുന്നു. പക്ഷേ വിജനമായ ദ്വീപിൽ എത്തപ്പെടുന്ന നാവികന് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. കാരണം അദ്ദേഹം അതിന് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നു. അതായത് പുറംലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വള്ളങ്ങളുണ്ട്, അവിടെ ഫലവൃക്ഷങ്ങളുണ്ട്, അതുമാത്രമല്ല കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, അത്യാവശ്യം ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ആ ഒരു വിജനത എന്നുള്ളത് അകറ്റാൻ വേണ്ടിയിട്ട് പുറംലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ ദ്വീപിൽ അകപ്പെട്ട നാവികൻ നരകയാതന അനുഭവിച്ച് മറ്റുള്ളവർ മരിച്ചതുപോലെ ആകാതെ വളരെ സുഭിഷ്ടമായിട്ട് സന്തുഷ്ടമായിട്ട് അവിടെ താമസിക്കാനുണ്ടായത്. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതവും. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നമ്മളുടെ പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഫലവത്തായിരിക്കും. അധികാരവും ബുദ്ധിയും ഒക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയാറുണ്ട്, പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്വത്ത് തിന്നാം. അതേപോലെ നമുക്ക് കഴിവും ആരോഗ്യമുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് എങ്കിൽ പിന്നീടുള്ള കാലഘട്ടം വളരെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഹാവ് എ നൈസ് ഡേ.